ചില ആളുകൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും റിലേഷൻഷിപ്പിൽ. അവരുടെ വിചാരം അവരുടെ നിലവിലെ റിലേഷൻഷിപ്പാണ് അവർ ഏറ്റവും കൂടുതൽ ഡിസേർവ് ചെയ്യുന്നത്. ഇതിനേക്കാൾ ഒരു നല്ല റിലേഷൻഷിപ്പ് അവരൊരിക്കലും ഡിസേർവ് ചെയ്യില്ല, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഏറ്റവും ബെറ്റർ, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. സോ നിങ്ങൾ അവിടെ സെറ്റിൽ ചെയ്യായിരിക്കും. ഒരു പക്ഷെ നിങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ ഡിസേർവ് ചെയ്യുന്ന, നിങ്ങളെ നന്നായി ട്രീറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഡിസേർവിങ് ആയിരിക്കും. പക്ഷേ ഇതിൽ തന്നെ സ്റ്റക്ക് ആവുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് കാണാൻ കഴിയില്ല. സോ നിങ്ങൾ ആക്ച്വലി ഡിസേർവിങ് ആയിട്ടുള്ളത് ഒരു ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് നിലവിൽ നിങ്ങൾ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതൊന്ന് നോക്കാം. ഒന്ന്, നിങ്ങളുടെ പാർട്ട്ണറുടെ ബിഹേവിയർ നിങ്ങൾക്ക് നിരന്തരം ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് അവരെ ന്യായീകരിക്കേണ്ടി വരികയാണ്. അവരെങ്ങനെ പെരുമാറിയാലും നിങ്ങൾക്കത് ന്യായീകരിക്കേണ്ടി വരിക. എന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കാരണമാണ്, അല്ലെങ്കിൽ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും അല്ല റീസൺ, അതിന് പുറകിൽ മറ്റെന്തൊക്കെയോ കാരണങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവരെങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അതിനെ ന്യായീകരിക്കേണ്ടി വരികയാണ്, നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ ഒരു സൈന്. ആക്ച്വലി നിങ്ങൾ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഡിസേർവ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ സെറ്റിൽ ചെയ്യാണ് എന്നുള്ളതിന്റെ. രണ്ട്, നിങ്ങൾക്ക് എപ്പോഴും ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നില്ല. അതായത് സെക്യൂർ ആയിട്ടുള്ള ഒരു അനുഭവം അല്ല നിങ്ങൾക്ക് വരുന്നത്, ആങ്സൈറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ഫിയർ ആണ്. അവരെന്നെ വിട്ടിട്ട് പോവോ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവോ, അല്ലെങ്കിൽ ഞാൻ റിയൽ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്നെ ഇഷ്ടപ്പെടാതെ വരുമോ, അല്ലെങ്കിൽ ആ വ്യക്തി ദേഷ്യപ്പെടുമോ, ഇങ്ങനെയുള്ള ഒരു ഇൻസെക്യൂരിറ്റിയാണ് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അനുഭവപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ക്ലിയർ ആയിട്ടുള്ള മറ്റൊരു സൈൻ. മൂന്ന്, നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടിരിക്കാൻ, അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് ഫൈൻഡ് ചെയ്യാൻ കഴിയില്ല, ഇങ്ങനെയൊക്കെയുള്ള ഫിയർ കാരണം മാത്രമാണ്. അതല്ലാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോടുള്ള ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ആ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരിക, അല്ലെങ്കിൽ അവർ തന്നെ ലൈഫിൽ വേണം, അല്ലെങ്കിൽ അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്, ഇങ്ങനെയുള്ള തോന്നലുകളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടിരിക്കാൻ, അല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോകുമോ എന്നുള്ളൊരു ഭയം, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഒരു ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഫൈൻഡ് ചെയ്യാൻ കഴിയില്ലേ, ഇങ്ങനെയൊക്കെയുള്ള സെൽഫ് ഡൗട്ട് കാരണം, ഫിയർ കാരണം മാത്രമാണ് നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ആക്ച്വലി നിങ്ങൾ സെറ്റിൽ ചെയ്യാണ് എന്നുള്ളതിന്റെ മറ്റൊരു സൈൻ. ആൻഡ് ഫൈനലി, ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതികൾ, നിങ്ങളുടേതായ ആശയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതായത് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നെക്സ്റ്റ് ഒരു സൈൻ, ആക്ച്വലി നിങ്ങൾ സെറ്റിൽ ചെയ്യാണ് എന്നുള്ളതിന്റെ. ഇനി നിങ്ങൾ മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആക്കി മാറ്റാൻ സാധിക്കും. സോ നിങ്ങളുടെ ലൈഫിലുള്ള വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളെ ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു ചേസിങ് അഫർമേഷൻ ഉണ്ട്. അത് വേണ്ട ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് ചേസിങ് അഫർമേഷൻ വാട്സപ്പ് ചെയ്യുക, നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് അയച്ചു തരാം. അതൊരു 21 days എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.